ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാ. ഞാൻ ഇന്നാളൊരു കാര്യം പറഞ്ഞതാ. എനിക്ക് നേരിട്ട് ഞാൻ ഇപ്പം വന്നാൽ ചിലപ്പോൾ നേരിട്ട് ചോദിക്കും, നല്ല അടി വെച്ച് ചെവിക്കല് നോക്കിയായിരിക്കും അടിക്കുന്നത്. കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ പല ആൾക്കാർ വഴി നിനക്കൊക്കെ നിന്റെ കാര്യം നോക്കി നടന്നാൽ പോരെ. ഞാൻ പെണ്ണ് പിടിക്കുക അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വെച്ചോണ്ടിരിക്കും. നിനക്കൊക്കെ എന്നെ ഇത്ര കഴയ്ക്കുന്നത് പറയും. നിനക്കൊക്കെ എന്നെ ഇത്ര കഴയ്ക്കുന്നത് എൻ്റെ കൈപ്പാങ്ങിനിടെ എല്ലാത്തിനും അടിച്ചാൻ ചെവിക്കല് പൊട്ടിക്കും. ഇനി മേലെ എന്നെ കുറിച്ച് അനാവശ്യം വല്ലതും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അടിച്ച് മൂളിക്കത്തുള്ളൂ ഞാൻ. അതുപോലെ എനിക്ക് ദേഷ്യമുണ്ട്. ഇപ്പം ഹൈദരാബാദാ. ഞാൻ ഇപ്പം കോട്ടയം വീട്ടിൽ വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാനെ. മനസ്സിലായോ? നിന്നെ കുറിച്ചൊക്കെ വല്ലതും ഞാൻ പറയുന്നുണ്ടോ? നിനക്ക് കാണുന്നതൊക്കെ കഴക്കുന്നതിനാടാ നിനക്കൊക്കെ. നിനക്ക് ബാംഗ്ലൂരിൽ പെണ്ണുങ്ങൾ വേണോ? വന്ന് നീ പോയി പിടിക്കടാ പെണ്ണിനെ. നിനക്ക് ഇത്ര സുഖമാണെങ്കിൽ എന്റെ അളിയെന്ന് പറഞ്ഞവനോട് ഞാൻ പറയുന്നത്. എന്റെ കൈപ്പാങ്ങിനെ അവനെ കണ്ടതല്ലേ? ഞാൻ പറയട്ടെ കോട്ടയത്തിന്. പിന്നെ ഇത് ഞാൻ വീഡിയോ ഇട്ടേക്കുന്ന നിന്നെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ കേട്ടോടാ. കുറെ നാളെ നീയൊക്കെ തുടങ്ങിയിട്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്ന പറഞ്ഞത്. നീയൊക്കെ വാ, നമുക്ക് കാണാം. ജീവിക്കാൻ ഒരിക്കലും നീയൊക്കെ വാടാ. തന്തയുടെ മൊത്തം പിടുങ്ങി തന്തയും കൈക്കലാക്കി അയാൾക്ക് കൈവശം കൊടുത്ത് ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് പിന്നെ എന്നെ ദ്രോഹിക്കാൻ നടക്കുന്നോ? ഇത്ര നാളെ ഞാൻ മിണ്ടാൻ നടക്കുമായിരുന്നു. നിന്നെയൊക്കെ ഞാൻ കാണിച്ചാടാ ബിസിനസ് കേട്ടാ. കോട്ടയത്തിനൊക്കെ ബിസിനസ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ ഏതാണെന്ന് കാണും, നമുക്ക് കാണാമല്ലോ. ഇപ്പൊ ഞാൻ മിണ്ടായിരിക്കുന്നതെന്നറിയോ? ഞാൻ വെറുതെ വിട്ടേക്കുന്ന. പിന്നെ എന്റെ പുറത്ത് കയറാൻ വരുന്നോ? ജീവിക്കാനല്ലോ നിൽക്കുന്നില്ല നീവനൊന്നും. കാര്യമൊക്കെ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരോടും നമ്മളെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാ. ഇന്നാളെ ഞാനൊരു വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞ എന്നെ കുറിച്ച് എന്റെ ഭാര്യക്കില്ല നിനക്കെന്നാടാ ഇത്രത് വെറുപ്പിച്ച് എന്റെ തന്തയെ നീയൊക്കെ കൊണ്ടുപോയി അങ്ങ് ഇനി അയാളുടെ നിന്ന് ഊറ്റിയെടുക്കും. നീയൊക്കെ എന്നെ വിചാരിച്ചോണ്ടിരിക്കും ഞാനൊക്കെ നിന്നെ വെറുതെ വിടുമെന്നോ? അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ? ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിട്ട് എന്നാ ചെയ്യുമെന്ന് നമുക്ക് കാണാം. എന്റെ സ്വഭാവം അറിയാൻ മേലാത്തോണ്ടോ ഞാൻ ഇത്ര നാൾ ക്ഷമിച്ചു വിട്ടേക്ക്. ഞാൻ ഇത്ര നാൾ സഹിക്കുമായിരുന്നു. പല ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടും ഞാൻ ക്ഷമിക്കുക. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ? നീയൊക്കെ നിന്റെ കാര്യം നോക്കി നടക്കാൻ ഇന്നാൾ പറഞ്ഞാ. ഇനി എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയുക. ഇത് അവസാന വീഡിയോ. നേരിട്ട് കണ്ടാൽ ഞാൻ ചിലപ്പോൾ നേരിട്ട് ചോദിക്കും. നീയൊക്കെ അതിന് ഉത്തരം എന്നോട് പറയേണ്ടത് തന്നെ വരും. കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കൊരുത്തരെയും പേടിയില്ല. കുറെ നാൾ ഇവനൊക്കെ ശല്യപ്പെടുന്നതാണ്. ഇപ്പം കാണുന്ന ബിസിനസ്സുകാരെല്ലാം വിളിച്ചിട്ട് ഞാൻ മറ്റവനാ മറിച്ചവനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഹലോ ആ നേരത്തെ ഹലോ നേരത്തെ ഞാൻ കുറച്ച് ഇതിലായിരുന്നു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നേ. ഇബ്രാഹിം കുട്ടിക്കായി എന്ത് പറഞ്ഞ റഷീദ് എന്നാ പറഞ്ഞു റഷീദിനോട് അതിന്റെ ആളെ പോയിട്ട് പെണ്ണിന് പറ്റിയിരിക്കട്ടെ. അപ്പൊ വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറയാൻ പറ്റായിരുന്നോ? തടിച്ചിട്ട് ആളെ അടിച്ചിട്ട് മരുവനാണ്. വിൻസെന്റിന്റെ മരുവനാണോ? എന്നിട്ട് റഷീദ് എന്നാ പറഞ്ഞു? റഷീദ് അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു. എന്തോ എന്നോട് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞേ ഈ പറയുന്ന നുണ കേട്ടിട്ട് എന്നോട് പറയലിട്ടോ പറഞ്ഞു. പലരും പറഞ്ഞിട്ട് നുണ കേട്ടിട്ട് എന്നോട് പറയല്. ഇവരുമായിട്ട് എന്നാ ഡീലിങ് വിൻസെന്റ് ഒക്കെ ആയിട്ട് റഷീദിന്? നേരമ്പ് കൊടുക്കണ്ടേ? ഞാനും എടുക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോഴും കൊടുക്കണ്ടല്ലോ. ആണല്ലേ? നേരമ്പ് എടുക്കണ്ടല്ലോ. ആണല്ലേ? ഇക്കായ്ക്ക് ഇടപാടില്ലല്ലോ ഇവര് വിൻസെന്റും? ഇടപാടില്ല. അപ്പൊ ഇവനാണോ പറഞ്ഞു കൊടുത്തത്? ആരാ? എന്റെ അളിയെന്ന് പറഞ്ഞ ജോമൻ, അവനാണോ പറഞ്ഞു കൊടുത്തത്? അവനാ പറഞ്ഞിട്ട്. അവൻ എന്നിട്ട് പറഞ്ഞ എനിക്ക് ബാംഗ്ലൂരിൽ ഭാര്യയും വല്ല പിന്നെ പെണ്ണുമായിട്ട് ജീവിക്കാന്നോ? അവനെന്നെ എത്ര കിടക്കുന്നത്? ഞാൻ പെണ്ണിന്റെ കൂടെ കിടക്കുക അല്ലെങ്കിൽ പിടിക്കുക അവന്റെ വീട്ടിൽ പോയി കിടക്കുന്നുണ്ടോ? അല്ല ഈ റഷീദിക്കാട് ചോദിക്കാൻ പറ്റില്ല. റഷീദിക്ക നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഇത് ഇടപെടേണ്ട കാര്യം. എന്റെ ഭാര്യയെക്കാളും നന്ദ ഇവനൊക്കെ ജീവിക്കാൻ അതിന് അനുവദിക്കത്തില്ല. തന്തയുടെ എന്റെ ഉണ്ടായിരുന്ന എല്ലാ തന്തയുടെ പിടിച്ചു മേടിച്ച് അയാളെ മുമ്പിക്കാൻ വേണ്ടി നടക്കുക. കയറി നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അപരാധം പറഞ്ഞു കൊടുത്ത് ആൾക്കാരോട് അപരാധം പറഞ്ഞു കൊടുത്ത് കുറ്റം പറഞ്ഞു കൊടുത്ത് എന്നാളന്മാരോട് ഞാൻ പറഞ്ഞ എന്നെ കുറിച്ച് അപരാധം പറഞ്ഞു നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ പരിപാടി തുടങ്ങിയിരിക്കുക. ഞാൻ എന്തേലും നടന്നോട്ടെ. ഇതിനൊക്കെ ഇത്ര കഴിക്കുന്നുണ്ട് ഇതിനേക്ക എന്തിനാ എന്തായാലും എന്താ വെച്ചാല്
എന്നെ പറ്റി മാറ്റാത്ത അവിടെ ഇവിടെ പോയി പറഞ്ഞു കൊടുത്തിട്ട് എടുത്ത് പറഞ്ഞോളാം മോത്തോക്ക് പറഞ്ഞോളാം. അത് പറയണമെന്നല്ല, ചെവിക്കല്ലടിച്ച് മൂളിക്കണം ഇവന്റെ ഒക്കെ. അല്ലെ നമ്മള് വിട്ടിട്ട് കാടിനടുത്തെല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവല്ലേ. എന്താ വെച്ചാൽ ഞാനേ ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ മൂപ്പരോട്, നിങ്ങള് ഓരോരുത്തർ സിബു മറ്റോലും മറ്റോലൊക്കെ ഓരോ ആസിഡ് പറഞ്ഞു നടക്കട്ടെ. അത് കേട്ട് എന്നോട് പറയണ്ടേ. ഞാനിപ്പോ ഓരോ ആസില് ഇതൊക്കെ ഡെയിലി കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഓരോ എപ്പം പോയാലും സലീം എന്റെ കൂടെ കാണും, ഇബ്രാഹിം കുട്ടിക്ക് എപ്പം എന്റെ കൂടെ. ഞങ്ങൾ 3 പേര്. ഇവനൊക്കെ പറയുന്നല്ലേ, വല്ലവനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവനൊക്കെ നേരിട്ട് വന്ന് കാണുന്നില്ല. വല്ലവനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ കിടക്കുന്ന ഇവനൊക്കെ ഇത്ര സുഖം, ഞാൻ പോകേണ്ടടുത്ത് എനിക്ക് പോകണം. ഇവനൊക്കെ പോകണ്ടെങ്കിൽ പോകണ്ട, ഇവനൊക്കെ വീട്ടിൽ ഇരുന്നാൽ മതി. അതൊക്കെ അവനൊക്കെ എന്നെക്കും എന്റെ പുറത്തോട്ട് കയറുന്നാണ് ഞാൻ പറഞ്ഞ അമ്മമാരോട്. പിന്നെ ഇവന്മാര് അനുവദിക്കുന്നില്ല. അതിലെന്താണോ ഇത് ആരൊക്കെ അത് കൊളത്തി കൊടുക്കലും നിന്നിട്ടില്ല. അത് കുഴപ്പമില്ല പോട്ടെ. ഞാനേ ഇതിപ്പോ ജാവേദിനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വന്ന, അപ്പം ഒരു 20 മിനിറ്റ് കൊണ്ട് പൈസ ഇട്ട് തരാം കേട്ടോ. അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ.